ഓ- ഓക്കെ. ശരി, എന്തായാലും ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വൈകിയ വേളയിലുള്ള ക്ലാസ് ആണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. എന്തായാലും വൈകിപ്പിക്കുന്നില്ല. എല്ലാവരും ഭക്ഷണം കഴിച്ച് ഉറങ്ങാനുള്ള ഇതിലായിരിക്കും എന്നറിയാം. എന്നാലും റെഡി ആയിട്ട് കുറച്ചും കൂടി ഒരു മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ ക്ലാസ്. അത്രേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല. പക്ഷേ നമ്മൾ ഗ്ലോബൽ വാർമിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ അതിലെ കുറച്ച് കാര്യങ്ങളും അതേപോലെ ക്ലൈമറ്റിൻ്റെ കുറേ കാര്യങ്ങളും അതിൻ്റെ ഉടമ്പടികളും കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുള്ള സ്ലൈഡാണ് ഇതിൽ. അപ്പോൾ നമ്മൾ തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ, എല്ലാ ദിവസവും തുടങ്ങണ പോലെ നമ്മളൊരു കോട്ടിലാണ് തുടങ്ങുന്നത്. ഡു നോട്ട് ഗിവ് അപ്പ്, ദ ബിഗിനിങ് ഈസ് ആൾവേസ് ദ ഹാർഡസ്റ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ തുടക്കം എപ്പോഴും ബുദ്ധിമുട്ടുള്ളതായിരിക്കാം, പക്ഷേ വിജയിക്കുമ്പോൾ അത് വളരെ ഈസി ആയിരിക്കും തിരിച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് തന്നെ അഭിമാനം തോന്നും. സോ ബി പ്രിപ്പയർ. എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. എക്സാമിന് എല്ലാവരും ജയിക്കട്ടെ, നല്ല രീതിയിൽ ഇതാവട്ടെ. സോ ഹാർഡ് വർക്ക്, അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് എന്താണ് ക്ലൈമറ്റ്, എന്താണ് വെതർ എന്നും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്ലൈമറ്റ് ചേഞ്ചസും ഉണ്ട്, വെതർ ചേഞ്ചസും ഉണ്ട്. വെതർ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കൊച്ചി എടുത്തു എന്ന് വെച്ചോ. എറണാകുളത്തിൽ കൊച്ചിയിൽ മഴ പെയ്തു, അല്ലെങ്കിൽ കൊച്ചിയിൽ തണുത്തു, അല്ലെങ്കിൽ കൊച്ചിയിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു കാലാവസ്ഥ മാറ്റം വന്നു. അങ്ങനെയുള്ള മാറ്റങ്ങളെയാണ് നമ്മൾ വെതർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ഒരു ചെറിയൊരു സ്ഥലത്ത്, ചെറിയൊരു പ്ലേസിൽ കുറച്ച് സ്ഥലങ്ങൾ, കുറച്ച് ആളുകൾക്ക്, അല്ലെങ്കിൽ കുറച്ച് ആ ഒരു ഭാഗത്തിലെ ആളുകൾക്ക് മാത്രം അറിയുന്ന മാറ്റങ്ങളെ മാത്രമാണ് നമ്മൾ എന്താണ് വെതർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലുള്ള മാറ്റങ്ങളാണ് വെതർ ചേഞ്ചസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളെ ക്ലൈമറ്റ് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഒരു കൂട്ടം സ്ഥലങ്ങളെ എടുക്കുമ്പോൾ, ഒരു വലിയൊരു സ്ഥലത്ത്, ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ സൗത്ത് ഇന്ത്യയിലാവാം, ഒരു വലിയൊരു ചിലപ്പോൾ കേരളത്തിലൊട്ടാകെ പിന്നെ ക്ലൈമറ്റ് ചേഞ്ചസ് മാറാം, അല്ലെങ്കിൽ ഇന്ത്യയിലൊട്ടാകെ ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് മാറാം. അങ്ങനെ ഒരു വലിയൊരു ഭൂപ്രദേശങ്ങളെ, വലിയൊരു സ്ഥലങ്ങളെ നമ്മൾ എടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഇതിനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ടേമും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പലർക്കും ഈ രണ്ട് ടേമിന്റെ വ്യത്യാസം അറിയാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിലൊന്നുമില്ല, പറഞ്ഞു തന്നെയാണ്. വെതർ റെഫേഴ്സ് ടു ദ ഷോർട്ട് ടേം കണ്ടീഷൻ ഓഫ് ദ ലോവർ അറ്റ്മോസ്ഫിയർ സച്ച് ആസ് precipitation, temperature, humidity, wind direction, wind speed and atmospheric pressure. It could be sunny, cloudy, rainy, foggy, cold, hot, windy, stormy, snowing. The life goes on. ആ ഒരു ചെറിയ പ്രദേശത്തിൽ മാത്രം ഉണ്ടാകുന്ന മാറ്റങ്ങൾ. നേരെ തിരിച്ച് വലിയൊരു പ്രദേശത്ത് മാറുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈൽ weather refers to short term changes in the atmosphere. Climate changes atmosphere. വെതറിനെ കുറിച്ച് പറഞ്ഞാണ് ആദ്യത്തെ. ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഒരു സ്ഥലത്തുണ്ടാകുന്ന ഈ പറയുന്ന റെയിനി ആണെങ്കിലും, ക്ലൗഡി ആണെങ്കിലും, ഫോഗി ആണെന്നുണ്ടെങ്കിലും, ഹോട്ട് ആണെന്നുണ്ടെങ്കിലും, വിൻഡി ആണെന്നുണ്ടെങ്കിലും, സ്റ്റോമി ആണെന്നുണ്ടെങ്കിലും, ഇങ്ങനെയുള്ള കണ്ടീഷനുകൾ ഒരു ലോങ് പീരീഡിലേക്ക്, ഒരു ലോങ് ഏരിയയിലേക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാലോ, ക്ലൈമറ്റ് ചേഞ്ചസ്, നമ്മൾ വിന്റർ വരുന്നുണ്ട്, റെയിനി സീസൺ, സണ്ണി സീസൺ ഒക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഓരോരോ ഈ സീസണുകൾ എന്തെന്ന് പറയുന്നത് ക്ലൈമറ്റിന്റെ മാറ്റങ്ങളാണ്. പക്ഷെ വെതർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ഒരു മഴക്കാർ വന്ന് മഴ പെയ്തു, ഇവിടെ വേറെ എവിടെയും മഴ പെയ്തിട്ടുണ്ടാവില്ല, അതൊരു വെതർ ചേഞ്ചസ് ആണ്, ചെറിയൊരു വെതർ ചേഞ്ചസ് ആണ്. അപ്പോൾ നമുക്ക് വെതറിനെ ചിലപ്പോൾ പെട്ടെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ക്ലൈമറ്റിനെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ രണ്ട് തരത്തിലുള്ള മാറ്റങ്ങളാണ് ക്ലൈമറ്റിലും വെതറിലും നമുക്ക് മനസ്സിലാക്കേണ്ടത്. അടുത്തത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോക്കേണ്ടത് വാട്ട് ആർ ഇന്റർനാഷണൽ എൻവിറോൺമെന്റൽ കൺവെൻഷൻസ്. എന്തൊക്കെയാണ് നമ്മുടെ ഈ ക്ലൈമറ്റ് ചേഞ്ചസുകളെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളെ കുറിച്ച് നമ്മുടെ ഇവിടെ നടക്കുന്നതിൽ എന്തൊക്കെയാണ് ഇന്റർനാഷണലി അവരെടുത്ത മുൻകരുതലുകൾ, എന്തൊക്കെയാണ് ഇന്റർനാഷണലി അവർ കൊണ്ടുവന്ന ഉടമ്പടികൾ, എന്തൊക്കെ തീരുമാനങ്ങളാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇതിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ അവരെടുത്തത്. അങ്ങനെ ലീഗലി കുറെ കാര്യങ്ങൾ നമ്മുടെ അഗ്രിമെന്റിലും പ്രോട്ടോകോളിലും നടന്നു വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ, വാട്ട് ആർ ദ ഇന്റർനാഷണൽ എൻവിറോൺമെന്റൽ കൺവെൻഷൻസ് എന്നാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്.
An international environmental convention is a legally binding agreement. ശരിയാണ്, പല രാജ്യങ്ങളും ഒരുമിച്ച് കൂടിയെടുക്കുന്ന തീരുമാനം. അപ്പൊ അതൊരു ലീഗൽ ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. നെഗോഷിയേറ്റിംഗ് among government to take action together to combat or mitigate a global environmental threat. Reaching an agreement to take such action among sovereign nations with a diverse interest in no small feat. പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് മക്കളെ, നമ്മൾ ഒരു കൂട്ടം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആ, ചൂടിന്റെ അളവ് കുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ച് നമുക്ക് നടക്കുമോ? ഇല്ല. അതിന് ലോക രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കണം. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഫോസിൽ ഫ്യൂൽസ് ആണെന്നുണ്ടെങ്കിലും കോള് കൊണ്ടുള്ള മെറ്റീരിയൽസ്, അതേപോലെ തന്നെ വേസ്റ്റ് കത്തിക്കുക, അങ്ങനെ ഡീഫോറസ്റ്റേഷൻസ്, വാട്ടർ മെയിൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിന് ഇതാവുന്നുണ്ട്. കാരണം ഗ്രീൻ ഹൗസ് ഗ്യാസസ്, പൊതുവെ പുറത്തേക്ക് തള്ളുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ് മൂലമാണ് ഈ കാണുന്ന ക്ലൈമറ്റ് ചേഞ്ചസുകളും ചൂട് വർദ്ധിക്കലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടം രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് കോമ്പീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ നോർത്ത് അറ്റ്ലാന്റിക് ഭാഗങ്ങളിലൊക്കെ മഞ്ഞുമലകളൊക്കെ ഉരുകാൻ തുടങ്ങിയിരിക്കുന്നു. ആ ഭാഗങ്ങളിൽ വെള്ളം റൈസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ചിലപ്പോൾ അത് താഴെ പ്രദേശത്തിലുള്ള പല ദ്വീപുകളും പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി പോവാം. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ എന്ത് ചെയ്യാൻ, ഇതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നാം മുമ്പോട്ട് ഒരു ഇന്റർനാഷണലി മുമ്പോട്ട് വെക്കുന്ന, രാജ്യങ്ങളെല്ലാം ഒന്നായിട്ട് മുമ്പോട്ട് വെക്കുന്ന ഒരു ഉടമ്പടികളും കാര്യങ്ങളുമാണ് നമ്മൾ എന്തിൽ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ഇന്റർനാഷണൽ എൻവിറോൺമെന്റൽ കൺവെൻഷൻ കൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ഗ്ലോബലി ആയിട്ടുള്ള ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻവെൻഷൻസും കാര്യങ്ങളും കൺവെൻഷൻസും പ്രോഗ്രാംസും ഒക്കെ ആയിരിക്കും. അടുത്തതാണ് വൈ ഈസ് ദെയർ എ നീഡ് ഫോർ ദീസ് കൺവെൻഷൻസ്. എല്ലാവർക്കും മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഈ കൺവെൻഷൻ ആവശ്യമായത്. എന്നാലും നമുക്കിതൊന്ന് വായിച്ചു പോകും, കാരണം ഇതിലും ചെറിയ പോയിന്റ്സുകൾ ഉണ്ട്. റാറ്റിഫിക്കേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ കൺവെൻഷൻസ് and its protocol will, for many parties, reduce health and environmental impact more cost effectively than unilateral actions. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് കൊണ്ടുണ്ടാകുന്ന ഹെൽത്തിന്റെ ആണെങ്കിലും എൻവിറോൺമെന്റൽ ഇഷ്യൂസിനെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപാട് കാലത്തേക്ക് കുറക്കാൻ വേണ്ടിയിട്ട്, ഇനിയും ഭൂമിയെ ഇതുപോലെ നിലനിർത്താൻ വേണ്ടിയിട്ട്, ഭൂമിയെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുമ്പോട്ടെടുക്കാനും അത് മൂലമുണ്ടാകുന്ന രോഗങ്ങളെയും മറ്റ് എൻവിറോൺമെന്റൽ ഇഷ്യൂസുകളെയും എൻവിറോൺമെന്റൽ ഹസാർഡ്സിനെയും ഒക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് മക്കളെ നമ്മൾ ഇതുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. It also creates economical benefits as harmonized legalization and standard across borders will introduce a level playing field for industry across countries and prevent parties from competing with each other. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ എല്ലാ രാജ്യങ്ങളും എല്ലാ പാർട്ടീസും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള കുറെ എയിമുകൾ മുമ്പോട്ട് വെച്ചുകൊണ്ട് ഒരുമിച്ച് നിന്ന് കോമ്പറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. എന്തുകൊണ്ട് ഇത് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഫുഡ് സെക്യൂരിറ്റി, രണ്ടാമത്തെ പറയുന്ന പോലെ ഫുഡ് സെക്യൂരിറ്റി, ഹൈ എക്കണോമിക്കൽ ആൻഡ് ഇന്റർ എക്കണോമിക്കൽ ഡെവലപ്മെന്റ്, കോൺട്രിബ്യൂട്ടഡ് ടു ക്ലൈമറ്റ് ചേഞ്ചസ്, ഡീഗ്രേഡിങ് ദ എൻവിറോൺമെന്റ്, ലിവ്ലിഹുഡ് ഡിപ്പെൻഡ്സ്, നമ്മുടെ ദൈനംദിന ജീവിതത്തെ മാറ്റപ്പെടാതിരിക്കാൻ, ദൈനംദിന ജീവിതത്തിൽ എഫക്ട് ചെയ്യാതിരിക്കാൻ, നമ്മുടെ ഫുഡ് സെക്യൂരിറ്റിക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റാതിരിക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി വേണ്ടിയാണ് ഈ കൺവെൻഷൻസും ഈ കാര്യങ്ങളും നമ്മൾ മുമ്പോട്ട് വെക്കുന്നത്. These conventions provide a platform to discuss these interconnections and take action to prevent negative impact. എന്തൊക്കെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇത് മൂലം ഉണ്ടാവുന്നത് അതിനെയൊക്കെ തരണം ചെയ്യാൻ ഇതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ നിന്നാണ് നല്ല കുറെ ഐഡിയാസ് മുമ്പോട്ട് വരുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ നിന്നാണ് നല്ല നല്ല കുറെ പോയിന്റ്സ് ഓഫ് വ്യൂസ് പുറത്തു വരുന്നത്. നമ്മൾ ഇത് ഓരോന്നും ചർച്ച ചെയ്യുമ്പോൾ ഈ ഓരോന്നിൽ നിന്നും നമ്മൾ വിട്ടുപോയ പലതും മറ്റൊരാൾ പറഞ്ഞു തരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു കൺക്ലൂഷനിലേക്ക് എത്താനും നല്ലൊരു ഐഡിയാസും നല്ലൊരു തീരുമാനങ്ങളിലേക്ക് എത്താനും വേണ്ടിയിട്ടാണ് ഈ കൺവെൻഷൻസും ഈ പ്രോഗ്രാമുകളും നടക്കുന്നത്. ഇനി അടുത്തതാണ് വാട്ട് ഈസ് യുണൈറ്റഡ് നാഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ചസ്. എന്താണ് മെയിൻ ആയിട്ട് അവര്
ഇതാവുന്നത് മുമ്പോട്ട് വെക്കുന്നത്. യുണൈറ്റഡ് നാഷണൽ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആദ്യമായിട്ട് സൈൻ ചെയ്യുന്നത് ഒപ്പുവെക്കുന്നത് 1992 എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആശയം മുമ്പോട്ട് വെക്കുകയും ആദ്യമായിട്ട് ഇത്രയും രാജ്യങ്ങൾ കൂടെ കൂടിയിട്ട് ഒരു സിഗ്നേച്ചർ, ഞങ്ങൾ ഇതിന് പങ്കെടുക്കാം, ഞങ്ങൾ ഇതിന് മുമ്പോട്ട് നിൽക്കാം എന്നുള്ള കാര്യം മുമ്പോട്ട് വെക്കുന്നത് ഇതിലാണ്. ഡെവലപ്പിംഗ് കോൺഫറൻസ് ഓൺ എൻവിറോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്, ആൾസോ നോൺ ആസ് എർത്ത് സമ്മിറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയില്ല മക്കളെ, ബ്രസീലിൽ റിയോ ഡി ജനീറോ നടന്നു. ആദ്യത്തെ മെയിൻ ആയിട്ടുള്ള UNFCCയുടെ മുമ്പോട്ട് വെച്ച പ്രോഗ്രാം ആയിരുന്നു അത്, റിയോ ഡി ജനീറോ. ആ ജനീറോയിൽ ആ കോൺഫറൻസിൽ ഈ ക്ലൈമറ്റ് ഇഷ്യൂസിനെ കുറിച്ചും ഈ വെള്ളത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു റിയോ ഡി കോൺഫറൻസ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യ അതിൽ ഒരു മേജർ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ഇന്ത്യ അതുപോലെ കോഓപ്പറേറ്റീവ് ഓഫ് പാർട്ടീസ്, ഒരുപാട് രാജ്യങ്ങളെ കോഓപ്പറേറ്റീവ് ചെയ്യുന്ന ഒരു പാർട്ടീസിന്റെ ഒരു മെമ്പറുമാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇതിനു വേണ്ടി മുമ്പോട്ട് നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ ഈ ക്ലൈമറ്റിന്റെയും പൊല്യൂഷൻസിന്റേതും ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവര് മുമ്പോട്ട് വെക്കുന്നത്. ഇനി ഇവർ ആദ്യമായിട്ട് ആക്ഷനിൽ കൊണ്ടുവരുന്നത് ആദ്യത്തെ പ്രോഗ്രാം, ആദ്യത്തെ ഫൈറ്റ് തുടങ്ങുന്നത് 1994 അതിന് കൂടെ നിന്നത് ഒരു 197ഓളം കൺട്രികൾ അന്ന് കൂടെ ഉണ്ടായിരുന്നു. അവർ തന്നെയാണ് നമ്മുടെ 2015 പാരീസ് അഗ്രിമെന്റ്, ആദ്യമായിട്ട് 2015 പാരീസ് അഗ്രിമെന്റിന്റെ പാരന്റ് എന്ന് പറയുന്നത് അവരാണ് മുമ്പോട്ട് വെക്കുന്നത്. പാരീസ് അഗ്രിമെന്റ് മുമ്പോട്ട് വെക്കുന്നത്. അതേപോലെ തന്നെ 1997 കിയോട്ടോ പ്രോട്ടോകോൾ നമ്മുടെ ജപ്പാൻ കൺട്രി ആയിട്ടുള്ള ഒരു ഭാഗത്ത് നിന്ന് വന്ന ഒരു ആശയമായിരുന്നു. ജപ്പാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും, കിയോട്ടോ പ്രോട്ടോകോൾ. അതേപോലെ തന്നെ UNFCC സെക്രട്ടേറിയറ്റ് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്യുന്നത് ബോൺ, ജർമ്മനിയിലെ ബോൺ എന്ന് പറയുന്ന നഗരത്തിലാണ് ഈ UNFCCയുടെ സെക്രട്ടറി ഭാഗം നിലനിൽക്കുന്നത്. അപ്പോ മക്കളെ മെയിൻ ആയിട്ട് നോക്കണം, എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ബോൺ ഇൻ ജർമ്മനി എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ എല്ലാവരും നോക്കണം മക്കളെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. UNFCCയുടെ സെക്രട്ടേറിയറ്റ് എവിടെയാണ് എന്നുള്ളതിന് ചോദ്യം ചോദിക്കപ്പെടാം. അങ്ങനെയുള്ള ചോദ്യം മെയിൻസിന് നമുക്ക് മെയിൻ ആയിട്ട് വന്നേക്കാം. അപ്പൊ അത് നോക്കുക. പിന്നെ വരുന്നതാണ് ദ ഒബ്ജക്റ്റീവ് ഈസ് ടു അച്ചീവ് സ്റ്റെബിലൈസേഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് കോൺസെൻട്രേഷൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ. മനസ്സിലായില്ലേ? നമ്മൾ ഏതൊക്കെ ഗ്രീൻ ഹൗസ്, മീതെയിൻ, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, ഇങ്ങനെ വരുന്ന വാതകങ്ങളെ എല്ലാം, ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള കുറെ വാതകങ്ങളെ പ്രിവെന്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നമുക്ക് ഒന്നായിട്ട് ഇല്ലാതാക്കാൻ പറ്റില്ല. കാരണം ഒന്നായിട്ട് ഇല്ലാതാക്കി കഴിഞ്ഞാലും പാടില്ല, അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ഒരു അളവിലേക്ക് കുറച്ചുകൊണ്ട് വന്നെത്താനും ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഈ ഭൂമി പഴയ പോലെ തന്നെ ചൂടൊക്കെ കുറഞ്ഞ് നമുക്ക് കുറച്ചും കൂടി സമാധാനത്തിൽ ജീവിക്കാം, പഴയ പോലെ ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്ക്, പഴയ പോലെ ക്ലൈമറ്റുകളൊക്കെ മാറി വരുന്ന രീതിയിലേക്ക് എത്തും. അപ്പൊ ആ ഒരു എയിമിലേക്ക് കൊണ്ടുവരാനാണ് ഇവർ മേജർ ആയിട്ട് നോക്കിയത്. എന്താണ് ക്യോട്ടോ പ്രോട്ടോകോൾ? ആദ്യത്തത് നമ്മൾ പറഞ്ഞില്ലേ, ഒരു ജപ്പാനായിട്ടുള്ള അഥവാ ക്യോട്ടോ പ്രോട്ടോകോള് ആദ്യമായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ജപ്പാനിലാണ്. ഇൻ 1977 മക്കളെ അഡാപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എൻറ്റേർഡ് ഇൻ ടു ദ ഫോഴ്സ്, അവർ ആദ്യമായിട്ട് അവരുടെ പ്രവർത്തനം മുമ്പോട്ട് ലോകത്തിന് കാഴ്ചവെച്ചത് എപ്പോഴാണ് മക്കളെ? അത് 2005 ഇന്റർനാഷണൽ ഒരു അഗ്രിമെന്റ് ആണ് ഇത്. സംഭവം നമ്മളെല്ലാം പറഞ്ഞല്ലോ, ക്യോട്ടോ പ്രോട്ടോകോൾ ഒക്കെ ഇന്റർനാഷണൽ അഗ്രിമെന്റ് ആണ്. ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നത് നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രി ലെവലിൽ നിന്ന് കുറക്കുക എന്നുള്ളതായിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രികളിൽ നിന്ന് പുറത്തു വരുന്ന ഇങ്ങനെയുള്ള വാതകങ്ങളെ ഒരു പരിധിവരെ കുറച്ചു വെക്കുക എന്നുള്ളതാണ്. ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ നമുക്ക് പറ്റില്ല, പക്ഷെ കുറക്കുക എന്നുള്ളതായിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള ഇത്. ദ ഡീറ്റെയിൽ റൂൾ ഓഫ്, ഇത് മുമ്പോട്ട് വെക്കുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അഡോപ്റ്റ് ചെയ്യുന്നത് COP7 ഇൻ മർക്കീഷിലായിരുന്നു. ഓക്കെ, COP7 ഇൻ മർക്കീഷ്. ഓക്കെ, നമുക്കിനി നോക്കേണ്ടതെന്ന് വെച്ചാൽ ക്യോട്ടോ പ്രോട്ടോകോൾ ഫേസ് 1 ആദ്യമായിട്ട് വന്നത് 2005-12 അതേപോലെ അന്ന് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇത് കട്ട് ചെയ്യുക, 5% ഈ പറയുന്ന എമിഷൻസും ഗ്രീൻ ഹൗസ് ഗ്യാസസും ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യാൻ കാരണമായ കാര്യങ്ങളൊക്കെ
കുറക്കുക എന്നുള്ളതായിരുന്നു ഫേസ് 1 അവരുടെ ലക്ഷ്യം. ഫേസ് 2 വന്നത് 2013 മുതൽ 2020 വരെ ആയിരുന്നു. ആ ഒരു സമയത്ത് അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ 18% ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസിൽ നിന്ന് ഈ പറയുന്ന വാതകങ്ങളുടെയും ക്ലൈമറ്റ് ചേഞ്ചിങ്ങിന് കാരണമാകുന്ന കാര്യങ്ങളെയും കുറക്കുക എന്നുള്ളതായിരുന്നു ഫേസ് 2 അവർ മുമ്പോട്ട് വെച്ച കാര്യം. ഇനി അടുത്തത് എന്താണ് പാരീസ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്? നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഗ്ലോബൽ വാർമിങ്ങിൽ, പക്ഷെ ഒന്നും കൂടി അതിനെ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് കാര്യങ്ങളും കൂടി കൂട്ടി നമുക്ക് പറഞ്ഞു പോവാം. പാരീസ് അഗ്രിമെന്റ് എന്ന് പറയുന്നത് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 21 ഓർ കോപ്പ് 22 എന്ന് പറയുന്നതും കൂടി അതിന്റെ പേരാണ്, വേറൊരു പേരാണ് അത്. അപ്പൊ പാരീസ് അഗ്രിമെന്റ് തന്നെയാണ് മക്കളെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 21 ഓർ കോപ്പ് 21 എന്നും കൂടി പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് പറയുന്നത് അഡോപ്റ്റ് ചെയ്തത് 2015 അഡ്രസ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട്. എപ്പോഴാണ് ഇവർ അഡോപ്റ്റ് ചെയ്തത്? ക്ലൈമറ്റ് ചേഞ്ചസ് ആൻഡ് 2015 എന്താണ് മക്കളെ മെയിൻ ആയിട്ട് അവരുടെ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ചിനെയും അതിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റിനെയും തരണം ചെയ്യുക, അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഇറ്റ് റീപ്ലേസ്ഡ് ദ ക്യോട്ടോ പ്രോട്ടോകോൾ വിച്ച് വാസ് എൻ എർലിയർ അഗ്രിമെന്റ് ടു ഡീൽ വിത്ത് ക്ലൈമറ്റ് ചേഞ്ചസ്. ക്യോട്ടോ പ്രോട്ടോകോൾ 1997 വന്നതായിരുന്നു മക്കളെ. അപ്പൊ അതിനുശേഷം പാരീസ് അഗ്രിമെന്റ് വന്നപ്പോൾ അതിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനും കുറച്ചും കൂടി നല്ല രീതിയിൽ ആശയങ്ങളും കുറച്ചും കൂടി കൺട്രീസും കൂടി വന്നപ്പോൾ ഇത് പാരീസിൽ നടന്നായിരുന്നു. അപ്പൊ അന്ന് എന്ത് ചെയ്തു? ഈ ക്യോട്ടോ പ്രോട്ടോകോളിനെ കടത്തി വെച്ചുകൊണ്ട് ഈ ഒരു സാധനം നിലവിൽ വരിക ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നോക്കാണ്. ഇറ്റ് എയിം ടു റെഡ്യൂസ് global greenhouse gas emission in an effort to limit the global temperature increase in this century to well below 2 degrees Celsius above pre-industrial levels, while pursuing means to limit the increase in 1.5 degrees Celsius. നമ്മൾ പറഞ്ഞില്ലേ ഇന്നലെ എന്തായിരുന്നു അവരുടെ മെയിൻ? ഈ ഗ്ലോബ് 2 ഡിഗ്രി സെൽഷ്യസോളം നമുക്ക് എന്ത് ചെയ്യാം, കുറക്കണം എന്നുള്ളതായിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം. പക്ഷേ അവർ 2022 2% കുറക്കണമെന്ന് അവർ വിചാരിച്ചെങ്കിലും എന്ത് സംഭവിച്ചു? 1.5 ഡിഗ്രി സെൽഷ്യസ് അവർക്ക് കൂടേണ്ടി വന്നു. ഇപ്പൊ അവരുടെ മെയിൻ ആയിട്ടുള്ള 1.5 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും കുറക്കണം എന്നുള്ളതാണ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത് നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ വരുന്നുണ്ട്. ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇൻക്ലൂഡ് ആണ്. അഡ്രസ്സിംഗ് ദ ഫിനാൻഷ്യൽ ലോസസ് vulnerable countries face from climate impact such as extreme weather. നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ എന്താണ് വെതർ എന്ന്? കാരണം പെട്ടെന്നുള്ള വ്യതിയാന മാറ്റങ്ങൾ നമുക്ക് എല്ലാവർക്കും, ചിലപ്പോൾ മഴ പെയ്യേണ്ടാത്ത സ്ഥലത്ത് മഴ പെയ്യുന്നു, മഴ പെയ്യേണ്ട സ്ഥലത്ത് മഴ പെയ്യുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്. റൈസിങ് മണി ടു ഹെൽപ്പ് ഡെവലപ്പിംഗ് കൺട്രീസ് അഡാപ്റ്റ് ടു. മെയിൻ ആയിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത് ഈ പുവർ ആയിട്ടുള്ള കുറെ കൺട്രീസ് ഉണ്ട്. ആ കൺട്രികളിലേക്ക് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രികൾ കുറച്ചും കൂടി മണി കോൺട്രിബ്യൂട്ട് ചെയ്യുകയും അവർക്കും കൂടി വർക്ക് ചെയ്യാൻ, കാരണം പൈസ ഇതിന് മെയിൻ ആയിട്ടുള്ള ഇതാണ്. കാരണം വർക്കേഴ്സിന് ആവശ്യമാണ്, ഈ വേസ്റ്റുകളെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതിന് പൈസ വേണം, അത് നല്ലൊരു കോസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഡെവലപ്ഡ് കൺട്രീസും കൂടി സഹായിക്കുക എന്നുള്ളത് കൂടി ഇതിലേക്ക് വന്നു മെയിൻ ആയിട്ട്. Before the conference started, more than 180 countries had submitted pledges to cut their carbon emission. കാർബൺ മൂലമുണ്ടാകുന്ന കാര്യങ്ങൾ, എമിഷൻ ചെയ്യുന്നതിലുള്ള കാരണങ്ങൾ കട്ട് ചെയ്യുമെന്ന് 180ഓളം കൺട്രീസ് പ്ലഡ്ജ് ചെയ്തിരുന്നു. പക്ഷെ അത് നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. നടന്നിട്ടില്ല എന്നാണ്. കാരണം ഇന്നും അത് നമുക്ക് മുമ്പ് തന്നെ കണ്ടല്ലോ, 1.5% കൂടി. അപ്പോൾ ഡിഗ്രി സെൽഷ്യസ് വീണ്ടും കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് കാരണം? അത് കുറച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് അത്ര സീരിയസ് ആക്കി എടുത്തിട്ടില്ല. അത് വല്ലത് സീരിയസ് ആക്കി എടുക്കേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്ര ചൂട് നമുക്ക് ഇപ്പൊ അനുഭവിക്കില്ലായിരുന്നു. The INDCs were recognized under the agreement but are not legally binding. India also reaffirmed its INDCs commitment to meeting the goal under the agreement under the compact the climate changes. What is United Nations Conference on Environment and Development? എന്താണ് യുണൈറ്റഡ് നാഷണൽ കോൺഫറൻസ് ഓൺ എൻവിറോൺമെന്റ് ആൻഡ് ഡെവലപ്പിംഗ് എന്ന് പറയുന്നത്? യുണൈറ്റഡ് നാഷണൽ കോൺഫറൻസ് ഓൺ എൻവിറോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എർത്ത് സമ്മിറ്റ് എന്നും കൂടി അതിന്റെ വേറൊരു പേരാണ്. എന്താണ് മക്കളെ? എർത്ത് സമ്മിറ്റ് എന്നും കൂടിയാണ് അതിന്റെ വേറൊരു പേര്. എർത്ത് സമ്മിറ്റ് ആണ്. ഓക്കെ,
എർത്ത് സബ്മിറ്റ് എന്നും കൂടി അതിന്റെ വേറൊരു പേരാണ്. അത് നോക്കി വെക്കുക. ഇത് എവിടെയാണ് നടക്കുന്നത്? റിയോ ഡി ജനീറോ. എവിടെയാണ്? റിയോ ഡി ജനീറോയിലെ 3 to 4 ജൂൺ 1992 മക്കളെ ഈ സംഭവം നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എവിടെയാണ് UNCED നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ റിയോ ഡി ജനീറോ ബ്രസീലിലാണ് നടന്നതെന്നും ഒരു പേര് എർത്ത് സമ്മിറ്റ് എന്നും കൂടിയാണെന്നും മനസ്സിലാക്കി വെക്കുക. ഇത് മെയിൻ ആയിട്ട് ദിസ് ഗ്ലോബൽ കോൺഫറൻസ് ഹെൽഡ് ഓൺ ഒക്കേഷൻ ഓഫ് 20th anniversary of first human environmental conference in Stockholm, Sweden in 1972. ആദ്യമായിട്ട് ഇതിന്റെ കോൺഫറൻസ് നടന്നത് 20ാമത്തെ ആനിവേഴ്സറി ഫസ്റ്റ് ഹ്യൂമൻ എൻവിറോൺമെന്റ് കോൺഫറൻസ് നടക്കുന്നത് എവിടെയാണ്? സ്വീഡനിലായിരുന്നു, ഇൻ 1972. The conference highlighted how different social, economic, and environmental factors are interdependent and evolve together, and how success in one sector requires action in other sectors to be sustained over time. മെയിൻ ആയിട്ട് എങ്ങനെ തരണം ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും ചർച്ച ചെയ്യപ്പെടുന്നത്. മെയിൻ ആയിട്ട് റിയോ ഡി ജനീറോ ഭയങ്കര ഈ ഒരു സബ്മിറ്റിൽ ഒരുപാട് അജണ്ടകളും ഒരുപാട് കാര്യങ്ങളും പുറത്തു വന്നിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഗ്രീൻ ഹൗസ് ഗ്യാസസുകളുടെ ഒരു കൂടുതലുണ്ടെന്നും ഓസോൺ പാളികൾ വിള്ളൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഇതിലൂടെ വരുന്നത് കൊണ്ടാണ് ഒരുപാട് ക്യാൻസർ പോലത്തെ രോഗങ്ങൾ മനുഷ്യന്മാർക്കും മൃഗങ്ങൾക്കും എഫക്റ്റ് ചെയ്യുന്നതെന്നും കൂടിയുള്ള ഒരുപാട് കണ്ടെത്തലുകളും അത് തരണം ചെയ്യാനുള്ള കാര്യങ്ങളും ഈ ഒരു 21st സെഞ്ചുറിയിലെങ്കിലും ഇത് എങ്ങനായി തീരുമെന്നുള്ള ബ്ലൂ പ്രിന്റും അതിനെ എങ്ങനെ കുറക്കണം എന്നുള്ള കാര്യങ്ങളും അവിടെ ഒരുപാട് രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇതിൽ ഏകദേശം 187ഓളം കൺട്രീസ് കൂടിയിട്ടാണ് ഇവിടെ ഈ ചർച്ചകളൊക്കെ നടന്നത്. അതിൽ ഇന്ത്യയും ഒരു പാർട്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും നമ്മുടെ ജീവിത ശൈലിയിൽ നിന്ന് നമുക്ക് മാറാനോ അതിൽ നിന്ന് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാനോ നമുക്ക് പറ്റിയിട്ടില്ല, പ്രോഗ്രസ് ആയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോഴും പാരീസ് അഗ്രിമെന്റ്സും ഇതേപോലത്തുള്ള UNCED-യുടെ മറ്റ് പ്രോഗ്രാമുകളും കണ്ടക്ട് ചെയ്യലുണ്ട്. ഇപ്പൊ ലാസ്റ്റ് തന്നെ കോപ്പ് നമ്മുടെ 28 നടന്നിട്ടുണ്ടായിരുന്നു. അതും നമ്മുടെ രാജ്യത്തിൽ തന്നെ ഒരു പ്രതിനിധീകരിച്ച നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ടായിരുന്നു ക്ലൈമറ്റിന്റെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ എന്നിട്ടും നമ്മൾ ഇന്നും അതിന്റെ ഒരു ഇതിലാണ്. അപ്പൊ നമ്മളും എല്ലാവരും കൂടി തന്നെ ആയിരിക്കണം ഇത് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കേണ്ടത്. മെയിൻ ആയിട്ട് പിന്നെന്താണ് ഇതിൽ പറയുന്നത്? The summit concluded that the concept of sustainable development was an attained goal for all the people. എല്ലാ ആളുകളുടേതും ഗോൾ ആയിരിക്കണം എന്നും കൂടി പറയുന്നു. നമ്മുടെ ഗോളാണോ? അല്ലെന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ എന്താണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇനിയുള്ള കാലമെങ്കിലും അത് ഫോളോ ചെയ്യാനും അത് ഇതാവാനും നോക്കുക. നമ്മുടെ സുഖത്തിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് തന്നെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഒരുപാട് കുഴപ്പത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് ആകും. അപ്പൊ അത് ശ്രദ്ധിക്കുക. ദ റിസൾട്ട് ഓഫ് ദ കോൺഫറൻസ് വെയർ ദ ഫോളോയിങ് ഡോക്യുമെന്റ്സ്. എന്തൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് അതിൽ പറഞ്ഞത്? ദ ഫ്രെയിം വർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചസ്, ദ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ദ സ്റ്റേറ്റ്മെന്റ് ഓൺ ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസ്, ദ റിയോ ഡിക്ലറേഷൻ, അജണ്ട 21. ഈ അജണ്ട 21 ഒരു PDF ആയിട്ട് നമ്മുടെ ഗൂഗിൾ ഫോമിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അതൊന്ന് എടുത്ത് വായിക്കുമ്പോൾ എന്താണ് അതിന്റെ അജണ്ട എന്നും കൂടി എന്തെങ്കിലും വിട്ടുപോയ അജണ്ടകളും കൂടി നിങ്ങൾക്ക് കിട്ടും. ഞാൻ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ പോയിന്റ്സ് ആണ് ഇതിലിട്ടിരിക്കുന്നത്. എന്നാൽ പോലും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായതുകൊണ്ട് അജണ്ട 21 ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ ദ സ്റ്റേറ്റ്മെന്റ് ഓൺ ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസ്, ഫോറസ്റ്റിന്റെ പ്രിൻസിപ്പിൾസും അഗ്രിമെന്റ്സും ഒക്കെ വരുന്ന കുറെ ക്ലാസ്സുകളിൽ ഫോറസ്റ്റിന്റെ ഭാഗങ്ങൾ വരുമ്പോൾ നമ്മൾ എടുക്കും. അപ്പൊ അതിൽ നമ്മൾ ഇതിന്റെ ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസും കൂടി നമുക്ക് ആഡ് ചെയ്തിടാം. പക്ഷെ എന്നാൽ പോലും ഇതും ഒരു PPT ആയിട്ട് PDF ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ അതും നോക്കാൻ ശ്രമിക്കുക. ഇത് കൂടുതൽ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ പോലും ഞാനത് ഫോറസ്റ്റിന്റെ ഭാഗം എടുക്കുമ്പോൾ എടുത്തു തരാം. അല്ലെങ്കിൽ ആരെങ്കിലും ഫോറസ്റ്റിന്റെ ഭാഗം എടുക്കുമ്പോൾ അതും കൂടി ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. വാട്ട് ഈസ് UN വേൾഡ് സമ്മിറ്റ് എന്ന് പറഞ്ഞ ആദ്യത്തേത് യുണൈറ്റഡ് നാഷൻ വേൾഡ് സമ്മിറ്റ് 2005 ഈ സബ്മിറ്റ് നടക്കുന്നത്. ഈ സബ്മിറ്റ് മുമ്പോട്ട് വെക്കുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാല്
ടൂക്ക് പ്ലേസ് യുണൈറ്റഡ് നാഷണൽ ഹെഡ് ക്വാർട്ടർ ഇൻ ന്യൂയോർക്ക്. ന്യൂയോർക്കിലാണ് മക്കളെ യുണൈറ്റഡ് നാഷണലിന്റെ ഹെഡ് ക്വാർട്ടർ. അവിടെ വച്ചിട്ടാണ് അത് ആര് അവിടെയുള്ള ഹെഡ് ക്വാർട്ടറിൽ വെച്ചിട്ടാണ് ഇത് ടൂക്ക് പ്ലേസ് ചെയ്യുന്നത്. 170ഓളം ഹെഡ്സും സ്റ്റേറ്റസ് ഓഫ് ഗവൺമെന്റ് ഒക്കെ ഇതിന്റെ ഭാഗമായിരുന്നു. At the summit, world leaders agreed to intervene on a variety of fronts to address major global issues. ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധീകരിച്ച ആളുകൾ ഒരുപാട് പേര് ഇതിനെ മേജർ ഗ്ലോബൽ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്തിരുന്നു. Governments made strong commitment to achieving the development goals set out in the Millennium Declaration by 2015, pledging an additional 15 billion per year to fight poverty, determined to find innovative source of development finance as well as additional measures to ensure long-term debt sustainability. എല്ലാവർക്കും മനസ്സിലായി എത്രത്തോളം പൈസകൾ മുമ്പോട്ട് നിക്ഷേപിച്ചുകൊണ്ട് ലോങ് ടൈം ആയിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്സ് നടത്തുവാനും ഈ പറയുന്ന റിന്യൂവബിൾ എനർജീസ് കുറക്കുവാനും റിന്യൂവബിൾ എനർജീസ് കൂട്ടുവാനും ഫോസിൽ ഫ്യൂൾസിന്റെ അളവുകൾ കുറക്കുവാനും എന്നുള്ളതൊക്കെ തന്നെയാണ് ഇവിടെ മെയിൻ ആയിട്ട് ഇതാവുന്നത്. ഇവിടെയും ഒരുപാട് കമ്മിറ്റ്മെന്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇനി 28 COP28 നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. COP28 members country reached an agreement to operational loss and damage fund aimed at compensating countries grappling with the climate change's impact. The World Bank will be the interim host of the fund for 4 years. World Bank ആയിരുന്നു ഇത് 4 വർഷത്തോളം ഫണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. പാരീസ് അഗ്രിമെന്റ് വരെ ഇത് ഏകദേശം ഫണ്ടുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം കണക്റ്റഡ് ആണ്. ഇത് ഓരോന്നും പാരീസ് അഗ്രിമെന്റ് എവിടെ നിന്ന് തുടങ്ങിയതാണ്? നമ്മുടെ മുമ്പുള്ള ജപ്പാനിൽ നിന്നുള്ള കിയോസ്കി ഇത് അഗ്രിമെന്റിൽ നിന്ന് നമുക്ക് പിന്നെ വന്നിട്ടുള്ള പാരീസ് അഗ്രിമെന്റ് ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ COP28 ഇത് ഓരോന്നും അതിന്റെ തുടർച്ചയും എല്ലാറ്റിന്റെ എയിമും ഒന്ന് തന്നെയായിരുന്നു എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. All developing countries are eligible to apply and every country is invited to contribute voluntary. ഇതില് പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് മക്കളെ, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഗ്ലോബൽ ആയിട്ട് 1.5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നുണ്ട്. അതിനെ കുറക്കുക എന്നുള്ളതാണ് പിന്നെ വന്നത്. പാരീസ് അഗ്രിമെന്റ് 2015 അവർ പറഞ്ഞെന്തായിരുന്നു? 2% ക്ലൈമറ്റിന്റെ എന്താണ് ഈ ഫോസിൽ ഫ്യൂൽസിൻ്റെതും ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ്റെതും അളവ് കുറക്കണമെന്നും അതുമൂലം ചൂട് കുറക്കണമെന്നുള്ളതായിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള അജണ്ട, ക്ലൈമറ്റ് ചേഞ്ചസിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്ത് സംഭവിച്ചു? കൂടിയതാണ്. അപ്പൊ മെയിൻ ആയിട്ട് ഇപ്പോൾ ഉള്ള ഉദ്ദേശം എന്താണ്? 1.5 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും കുറക്കണമെന്നുള്ളതാണ്. ഓക്കെ. പിന്നെ നമ്മൾ നോക്കേണ്ടത് റിന്യൂവബിൾ എനർജി കപ്പാസിറ്റിയിലേക്ക് നമ്മുടെ ലോകം 2030 ആകുമ്പോഴത്തേക്ക് മാറണം എന്നുള്ളതാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. റിന്യൂവബിൾ എനർജി ഏതൊക്കെയാണ്? നമുക്ക് വിൻഡ്, അതേപോലെ തന്നെ ഡാമിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ ഫോഴ്സ് ഉപയോഗിച്ച് കറണ്ട് ഉണ്ടാക്കാം. അങ്ങനെ തന്നെ സോളാർ എനർജിയിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റിന്യൂവബിൾ എനർജി ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ എല്ലാവരോടും, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിലും മറ്റ് രാജ്യത്തെ ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിലും സോളാർ പാനൽസും കുറെ കാര്യങ്ങൾ മുമ്പോട്ട് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കാറ്റാടി യന്ത്രങ്ങളൊക്കെ കാണാറില്ലേ, അതൊക്കെ മുമ്പോട്ട് വെക്കാൻ ഫോർവേഡ് ചെയ്യുന്നുണ്ട്. വാട്ടർ റിസോഴ്സിൽ നിന്ന് നമുക്ക് വെള്ളം ഇങ്ങനെ കറണ്ട് ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളത് ഫോഴ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നടക്കുന്ന ഭാഗങ്ങളിലൂടെ കൈനറ്റിക് എനർജിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു? ഇതിലേക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള വേറെ രാജ്യങ്ങളിൽ അങ്ങനത്തെ സിസ്റ്റംസും വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് 2030 ആകുമ്പോഴത്തേക്ക് എത്തുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള അവരുടെ ലക്ഷ്യങ്ങൾ. പിന്നെ ഗ്ലോബൽ ടുവേർഡ് മെയിൻ ആയിട്ടുള്ള ഇവരുടെ എന്താണ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് നെറ്റ് സീറോ എമിഷൻ എനർജി സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടുവേർഡ്സ് എന്താണ് മെയിൻ ആയിട്ട് വയ്ക്കുന്നത്? നെറ്റ് സീറോ എമിഷൻ എന്ന് വെച്ചാൽ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസുകളുടെ അളവ് പുറത്തേക്ക് തള്ളുന്നത്
ഒരു ലിമിറ്റ് വരെ, ഒരു പരിധി വരെ കുറക്കുക എന്നുള്ളതും അവിടെ ഒരു രീതിയിൽ നിൽക്കുക, നമ്മൾ എന്താണോ എവിടെയാണോ വിചാരിച്ചത് അവിടേക്ക് നിൽക്കുക എന്നുള്ള രീതിയിലാണ്. കാരണം ഭൂമിയിൽ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണെന്നുണ്ടെങ്കിലും ബാക്കി കാര്യങ്ങളാണ് ഒരു അളവ് വരെ ഉണ്ട്, ആ അളവിൽ കൂടാതിരിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ അത് നെറ്റ് സീറോ ആയി. കാരണം നമ്മള് മൂലം, മനുഷ്യൻ മൂലം ഉണ്ടാകുന്ന ഇതിന്റെ അളവ് കൂടുതലാണ്, ബാക്കി പെർസെൻറ്റേജ് അത് കുറയ്ക്കുമ്പോൾ എന്തായി, ആ ഉള്ളിടത്ത് നെറ്റ് സീറോ ആയി. ആ ഒരു ഇതിലേക്കാണ് അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് വെച്ചതും. ഈ കാർബൺ ക്യാപ്ചറിങ്, ഹൈഡ്രജൻ പ്രൊഡക്ഷൻസ്, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ കുറക്കുക. പിന്നെ അതേപോലെ ഫോസിൽ ഫ്യൂൽസിന്റെ ഇതിൽ നിന്നുണ്ടാകുന്ന, നമുക്ക് എല്ലാവർക്കും അറിയാം, ഫ്രം ഫോസിൽ ഫ്യൂൽസ് ഇൻ എനർജി സിസ്റ്റം, ആ ഒരു ഇത് എന്ത് ചെയ്യുക, കുറക്കുക എന്നുള്ളതും അതിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് മാറണം, റിന്യൂവബിൾ എനർജിയിലേക്ക് മാറണം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഇത്. അതിന്റെ മെയിൻ അച്ചീവ്മെന്റ് ആയിട്ടുള്ള ടു അച്ചീവിങ്, എന്താണ് ടു അച്ചീവിങ് ചെയ്യാൻ വിചാരിക്കുന്നത്, ടു achieving net zero by 2050 in keeping within science എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നെറ്റ് സീറോ എമൗണ്ടിലേക്ക്, ഇതൊന്നും തള്ളാത്ത രീതിയിൽ നെറ്റ് സീറോ എമൗണ്ടിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. പിന്നെ അവരുടെ മെയിൻ അജണ്ടയിൽ പറഞ്ഞതായിരുന്നു എന്താണ്, റെഡ്യൂസിങ് നോൺ കാർബൺ എമിഷൻ എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതും മെയിൻ ആയിട്ട് പറയാം. കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടിക്കൂടി വരുന്നുണ്ട്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ മീത്തേൻ എമിഷൻ ഗ്ലോബലി കുറക്കുക, ഏത് 2030 ആകുമ്പോഴത്തേക്ക് മീത്തേൻ്റെ എമിഷൻസ് കുറക്കുക എന്നുള്ളതൊക്കെയാണ് അവിടെ ചർച്ച ചെയ്തത്. ആക്സലറേഷൻ എമിഷൻ റെഡ്യൂസിങ് ഫ്രം റോഡ് ട്രാൻസ്പോർട്ട് ത്രൂ എ റേഞ്ച് ഓഫ് പാത്വേ ഇൻക്ലൂഡിംഗ് ഡെവലപ്പിംഗ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആൻഡ് റാപ്പിഡ് ഡെവലപ്മെന്റ്സ് ഓഫ് സീറോ ആൻഡ് ലോ എമിഷൻ വെഹിക്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വന്ന് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഒക്കെ വരാൻ തുടങ്ങിയില്ലേ, എന്തുകൊണ്ടാണ്, മെയിൻ ആയിട്ട് ഇതിന്റെ കാരണമാണ്, ഈ ക്ലൈമറ്റ് ചേഞ്ചസിന്റെയും ഈ അഗ്രിമെന്റിന്റെ ഒക്കെ കാരണങ്ങൾ കൊണ്ടാണ് എല്ലാവരും പെട്രോൾ വണ്ടിയിൽ നിന്ന് ഈ പറയുന്ന ഇലക്ട്രിക്കൽ വെഹിക്കിളിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. എല്ലാ കമ്പനികളും ഇപ്പോൾ ഇലക്ട്രിക്കൽ വെഹിക്കിൾ പുറത്തിറക്കുന്നുണ്ട്, നമുക്ക് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഫ്രീ ആയിട്ട് ചാർജിങ് സ്ലോട്ട് തരുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പെട്രോളും ഡീസലും ഒക്കെ മാറ്റി അതിന്റെ അളവ് കുറച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ പറയുന്ന ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് മൂവ് ചെയ്യണം എന്നുള്ള ആശയമാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ആക്സലറേഷൻസും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ ഇലക്ട്രിക്കൽ വെഹിക്കിൾസിനെയും ബാക്കി കാര്യങ്ങളെയും പ്രൊമോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് ദ ഫിഫ്ത്ത് iteration text maintaining century with COP26 in Glasgow, balancing global aspiration countries like India and diverse energy need. India argued that it need to continue using coal to meet its developmental need, emphasizing the importance of addressing national determinant contribution and DC. Nearly 200 countries agreed to transition away from fossil fuel in energy system. എന്ന് വെച്ച് കഴിഞ്ഞാൽ 200ഓളം കൺട്രീസുകൾ പറയുന്നുണ്ട് ഇതിൽ നിന്ന് റിന്യൂവബിൾ സസ്റ്റൈനബിൾ എനർജിയിലേക്ക് മാറണം എന്നുള്ളത്. ഓക്കെ. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് പറയേണ്ട പോയിന്റ്സ്, പോളിസി മേക്കേഴ്സ്, ഇൻവെന്റേഴ്സ്, ബാക്കി ഈ പറയുന്ന നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, ബിസിനസ് ആണെങ്കിൽ അവരൊക്കെ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അവരൊക്കെ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും മെയിനായിട്ട് മനസ്സിലാക്കുക. പിന്നെ മീത്തേൻ എമിഷൻസ്, അഗ്രികൾച്ചർ ആൻഡ് ലിവ് സ്റ്റോക്സ്, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാകുന്ന മീത്തേൻസ് ആണെന്നുണ്ടെങ്കിലും നൈട്രസ് ഓക്സൈഡ്സ് ആണെന്നുണ്ടെങ്കിലും ബാക്കി ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ്സ് കൂടുതലാവുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് തള്ളുന്നതിന് കൂടുതലാവുന്ന കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് അവർ ഉദ്ദേശിച്ചത്. അതിന്റെ ഒരു അഗ്രിമെന്റിൽ COP28 അവർ പറഞ്ഞ മെയിൻ ആയിട്ടുള്ളതാണ്, അഗ്രിമെന്റ് ഡസ് നോട്ട് മെൻഷൻ എനി ടാർഗറ്റ് ഫോർ മീത്തേൻ എമിഷൻ കട്ട് ഫ്രം 2030. അതിന്റെ മെയിൻ പോരായ്മയായിരുന്നു അത്. കാരണം അതിലൊരിക്കലും അവർ പറഞ്ഞിട്ടില്ലായിരുന്നു എന്ത്, മീത്തേൻ, എല്ലാവരും കാർബൺ ഡൈ ഓക്സൈഡിനെ ഫോക്കസ് ചെയ്യുമ്പോൾ മീത്തേന്റെ അളവ് കൂടുന്നുണ്ട്, പക്ഷെ മീത്തേൻ ആരും ആ എഗ്രിമെന്റിൽ COP28 ഫോക്കസ് ചെയ്തിട്ടില്ലായിരുന്നു. അതാണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. എന്താണ്, അഗ്രിമെന്റ് ഡസ് നോട്ട് മെൻഷൻ എനി ടാർഗറ്റ്സ് ഫ്രം
ഫോർ മീത്തേൻ എമിഷൻ കട്ട്സ് ഫോർ ദ ഇയർ 2030. 2030 ആകുമ്പോഴത്തേക്ക് മീത്തേന്റെ അളവ് എത്രത്തോളം കുറക്കണമെന്നോ എങ്ങനെ കുറക്കണമെന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും അവിടെ പരാമർശിച്ചിട്ടില്ല എന്നുള്ളത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പൊ അതിന്റെ ഡീമെറിറ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു പോയിന്റ് ചിലപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കണം മക്കളെ. പിന്നെ എപ്പോഴാണ് ഗ്ലോസ് വോളണ്ടറി കമ്മിറ്റ്മെന്റ് ക്ലോസ് 2021 ബൈ, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, വലിയ കാര്യം വായിച്ചു പോയാൽ മതി. ദ പ്ലെഡ്ജ് ഈസ് നോൺ ആസ് ഗ്ലോബൽ മീത്തേൻ പ്ലെഡ്ജ് എന്നാണ്. പിന്നെ എന്താണ് പിന്നെ വന്ന പ്ലെഡ്ജ് എന്തായിരുന്നു? ദ ഗ്ലോബൽ മീത്തേൻ പ്ലെഡ്ജ്. ഹൗ എവർ ഇന്ത്യ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഗ്ലോബൽ മീത്തേൻ പ്ലെഡ്ജ്. അപ്പൊ ഇന്ത്യ ഗ്ലോബൽ മീത്തേൻ പ്ലെഡ്ജിന്റെ പാർട്ട് അല്ല എന്ന് കൂടി ഓർത്തു വെക്കുക. ഗ്ലോബൽ മീത്തേൻ പ്ലെഡ്ജിന്റെ പാർട്ടില് ആരില്ല? ഇന്ത്യ ഇല്ല എന്നും കൂടി മാറ്റുക. അഥവാ ഗ്ലാസ്ഗോ ഇൻ 2021 ഈ ഗ്ലോബൽ മീത്തേൻ പ്ലെഡ്ജ് കൊണ്ടുവരുന്നത്. 30% 2030 ആകുമ്പോഴത്തേക്കും കുറക്കുക എന്നുള്ള ഉദ്ദേശമാണ് അവർ മുമ്പോട്ട് വച്ചത്. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഗ്ലാസ്ഗോയിൽ 2021 സബ്മിറ്റിലാണ് എന്ത് വരുന്നത്? ഗ്ലോബൽ മീത്തേൻ പ്ലെഡ്ജ് വരുന്നത്. ഇന്ത്യ അതിന്റെ ഒരു പാർട്ട് അല്ല എന്നും കൂടി മനസ്സിലാക്കുക. ഡെവലപ്പിംഗ് countries call on rich nations to achieve negative carbon emission, not just reaching net carbon by 2050. They committing but differentiate responsible and respective capabilities in combating climate changes. 80% of the global carbon budget should be allowed developing nations their fair share for future emissions. മനസ്സിലായില്ലേ? നമ്മൾ എത്രത്തോളം ഫ്യൂച്ചറിലേക്ക് മാറ്റി വെക്കണം എന്നുള്ളതും കൂടി അതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അടുത്തൊരു മീനാണ് ഗ്ലോബൽ റിന്യൂവബിൾ ആൻഡ് എനർജി എഫിഷ്യൻസി പ്ലെഡ്ജ്. ഈ നമ്മുടെ മീത്തേൻ പ്ലെഡ്ജ് പറഞ്ഞു, അടുത്താണ് ഗ്ലോബൽ റിന്യൂവബിൾ എനർജി എഫിഷ്യൻസി പ്ലെഡ്ജ്. ഈ പ്ലെഡ്ജിലും എന്താണ് പറയുന്നത്? റിന്യൂവബിൾ എനർജീനെ യൂസ് ചെയ്യുക ഏറ്റവും കൂടുതൽ. അതിന്റെ ഭാഗങ്ങളായിട്ട് നമ്മൾ മുമ്പ് പറയുന്ന പോലെ സോളാർ ആണെങ്കിലും വിൻഡ് ആണെന്നുണ്ടെങ്കിലും വാട്ടർ നിന്നുള്ള കറണ്ടുകളാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതാവുക. അത് ഏകദേശം ഇംപ്രൂവ്മെന്റ് ഫ്രം അറൌണ്ട് 2% ഓവർ 4% എവറി ഇയർ അണ്ടിൽ 2030. 2030 വരെ ഒരു വർഷത്തിൽ 2% മുതൽ 4% വരെ അതിന്റെ അളവ് കൂട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് 11,000 ഗിഗാവാട്ട് ബൈ 2030 നമുക്ക് എത്താൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ആ ഒരു കണക്ക് നമ്മൾ ഫോളോ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് ആ പോയിന്റിലേക്ക് എത്താൻ പറ്റും. പിന്നെ വന്നാണ് ദ ഗ്ലോബൽ കൂളിംഗ് പ്ലെഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂളിംഗ് റേറ്റ് എമിഷൻ, ഈ തരുന്ന വാതകങ്ങളുടെ അളവ് കുറയുമ്പോൾ നമ്മുടെ ഭൂമിയുടെ കൂൾനെസ് വീണ്ടും തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. 60% ഓഫ് റിലേറ്റീവ്ലി 22 ലെവൽ ബൈ 2050 ആകുമ്പോഴത്തേക്ക് ഈ ഒരു മിഷൻ എത്തിക്കണം എന്നുള്ള ആശയമാണ് എന്താണ് മുമ്പോട്ട് വച്ചിരിക്കുന്നത്. എല്ലാം മെയിനായിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ അളവ് കുറക്കുക എന്നുള്ളതാണ്. ക്ലൈമറ്റ് ഫിനാൻസ്. ദ യുണൈറ്റഡ് നാഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് estimated that wealthy nations owe developing countries $500 billion in 2025 under the new collective quantified ഗോൾ ഫോർ ക്ലൈമറ്റ് ഫിനാൻസ്. ഇത് മെയിനായിട്ട് എന്താണ്? ഈ പാരീസ് അഗ്രിമെന്റിൽ മെയിനായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ പറഞ്ഞില്ലേ, ഡെവലപ്പിംഗ് കൺട്രീസ് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള രീതിയാണ് മെയിനായിട്ട് മുമ്പോട്ട് വെച്ചത്. ഇത് ഏകദേശം പൈസയുടെ കണക്കൊക്കെയാണ്. ഇതൊന്നും നമ്മുടെ എക്സാംസിന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊന്നുമല്ല. എന്നാലും ഞാൻ നിങ്ങൾക്ക് വായിച്ചു പോകുമ്പോൾ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഇട്ടതായിരുന്നു. പിന്നെ ഗ്ലോബൽ കോൾ ഓൺ അഡാപ്റ്റേഷൻ എന്നുള്ളത്, ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ. ദ പാരീസ് അഗ്രിമെന്റ് to enhance the climate adaptation by increasing awareness of funding toward countries adapting need in the context of 1.5% to 2 degree Celsius goal of Paris Agreement. മെയിനായിട്ട് എന്താണ്? ക്ലൈമറ്റ് ചേഞ്ചിന്റെ അഡാപ്റ്റേഷനിലേക്ക് ഈ ഒരു ഇത് ടുവേർഡ്സ് കൺട്രീസ് അഡാപ്റ്റിംഗ് നീഡ് ടു കണ്ടക്ട് ദ 1.5% or 2 degree Celsius എന്ത് ചെയ്യണം? നമ്മളെ ഇതിലേക്ക് ഗോളായിട്ട് നമ്മൾ കരുതണം എന്നുള്ളതായിരുന്നു.
ചെയ്തിരുന്നു. ദ ഡ്രാഫ്റ്റ് ടെക്സ്റ്റ് അഡ്രസ് ക്രിട്ടിക്കൽ ഇഷ്യൂസ് climate induced water scarcity reduction, climate resilient food and agricultural product, strengthening resilience against climate relating health impact. ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൽ അഡ്രസ്സ് ചെയ്തിരുന്നു മെയിൻ ആയിട്ട്. അപ്പൊ എന്തൊക്കെയാണ് അഡ്രസ്സ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതാണ് അഡ്രസ്സ് ചെയ്ത് വെക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിർബന്ധമാണ്. പിന്നെ ഡിക്ലറേഷൻ ടു ട്രിപ്പിൾ ന്യൂക്ലിയർ എനർജി കപ്പാസിറ്റി ബൈ, ഇത് എന്താണ് 2025 കോപ്പ് ഡിക്ലെയർ ചെയ്തത് എപ്പോഴാണ്? COP28 എയിമിൽ ഒന്നാണ് ട്രിപ്പിൾ ഗ്ലോബൽ എനർജി കപ്പാസിറ്റി ബൈ 2050 എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ 22 നാഷണൽ ഗവൺമെന്റ്സ് ആൻഡ് ദ ഡിക്ലറേഷൻ call for supported from shareholders of international financial institutions. It encouraged shareholders to advocate for the incorporation of nuclear energy in energy lending policies. പവർ പോസ്റ്റ് കോൾ അലയൻസ് അടുത്തതായിരുന്നു. ഇതിലും പറഞ്ഞത് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് റിന്യൂവബിൾ എനർജിയുടെ അളവ് കൂട്ടുക എന്നുള്ളത് കൊണ്ടാണ് ഈ ഓരോ കാര്യങ്ങളും അലയൻസും ഓരോ കാര്യങ്ങളും മുമ്പോട്ട് വെച്ചത്. അപ്പൊ ഇതിലൊന്നും മെയിൻ ആയിട്ട് നോക്കേണ്ടത് എന്തൊക്കെയാണ് ഓരോ പ്ലെഡ്ജ് എന്ന് നോക്കണം. നമ്മൾ മുമ്പ് പറഞ്ഞത് മീത്തേൻ പ്ലെഡ്ജ് എന്താണെന്ന് നോക്കണം, പിന്നെ മറ്റ് പ്ലെഡ്ജ് എന്താണെന്ന് കൂടി ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ അതിന്റെ പാർട്ടായിട്ട് വരുന്ന കുറെ കാര്യങ്ങളും എന്തൊക്കെയാണ് ചെയ്യേണ്ടതും എന്നും കൂടിയാണ്. പിന്നെ ഇന്ത്യയുടേതാണ് നമ്മൾ മേജർ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്ത്യയുടേത് നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യ ലെഡ് ഇനിഷ്യേറ്റീവ് അറ്റ് COP28 എന്തൊക്കെയാണ്? COP28 ഇന്ത്യ മുമ്പോട്ട് വെച്ച ഇനിഷ്യേറ്റീവ്സ്. ഗ്ലോബൽ റിവർ സിറ്റീസ് അലയൻസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? ഇതൊരു മേജർ ആയിട്ടുള്ള നമ്മുടെ ഗംഗാ പ്ലാനൊക്കെ ഇതിനടിയിലാണ്. ഗംഗാ മിഷൻ ക്ലീൻ പ്ലാൻ അഥവാ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ജൽ ശക്തി. ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ഇത് വരുന്നത് എന്ന് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, മിനിസ്ട്രി ഓഫ് ജൽ ശക്തി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് മേജർ ആയിട്ട് ഗംഗാ പ്ലാൻസ് മുമ്പോട്ട് വെക്കുന്നത്. ആ ഒരു ഇത് നമ്മൾ COP28 എന്ത് വെക്കുന്നത്? ഇന്ത്യ മുമ്പോട്ട് വെച്ച ഒരു സാധനമാണ് COP28 ഈ ഒരു സാധനം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? റിവേഴ്സിന്റെ തിരിച്ചു കൊണ്ടുപോവുക, വെള്ളം ശുദ്ധീകരിക്കുക, വേസ്റ്റുകൾ റിമൂവ് ചെയ്യുക, വെള്ളത്തിന്റെ ഫ്ലോ പഴയതുപോലെ കൊണ്ടുവരിക എന്നുള്ളത് മേജർ ആയിട്ട് നമ്മൾ വെച്ചതായിരുന്നു. അങ്ങനെ വരുമ്പോൾ തന്നെ കുറച്ച് ക്ലൈമറ്റ് ചേഞ്ചസിന്റെ വ്യത്യാസം നമുക്ക് അനുഭവപ്പെടാൻ പറ്റും. ഇതിന് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഒരുപാട് കൺട്രീസ് ഉണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യസ് റോൾ ഈസ് സസ്റ്റൈനബിൾ റിവർ സെൻട്രിക് ഡെവലപ്മെന്റ് ആൻഡ് ക്ലൈമറ്റ് റെസിലിയൻസ്. റോൾ സസ്റ്റൈനം മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞല്ലോ, ഈ മേജർ ആയിട്ട് ഇന്ത്യ ഫസ്റ്റ് വന്ന മിഷനാണ് ക്ലീൻ ഗംഗ എന്ന് പറയുന്ന മിഷൻ. അതൊന്ന് വായിച്ചു നോക്കാൻ മനസ്സിലാവും. പിന്നെ രണ്ടാമത് ഫോർവേഡ് ചെയ്തൊരു ഇതാണ് ഇന്ത്യ ഗ്രീൻ ക്രെഡിറ്റ് ഇനിഷ്യേറ്റീവ്. ഇന്ത്യ ലോഞ്ച്ഡ് ഗ്രീൻ ക്രെഡിറ്റ് ഇനിഷ്യേറ്റീവ് ഹിയർ അറ്റ് COP28 to create participatory global platform for exchange of innovative എൻവിറോൺമെന്റൽ പ്രോഗ്രാംസ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ്. എന്തൊക്കെ രീതിയിലുള്ള ഇൻസ്ട്രുമെന്റ്സും അതിനുള്ള പ്ലാറ്റ്ഫോമുകളും ഗ്രീൻ ക്രെഡിറ്റ്, അതായത് ഗ്രീൻ എന്നുകൊണ്ട് മനസ്സിലാക്കുക തിരിച്ചു കൊണ്ടുവരിക, ഭൂമിയെ ഗ്രീനിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതിലുള്ള പ്രോഗ്രാമുകളും അതിനാവശ്യമായ ഇൻസ്ട്രുമെന്റുകളും ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസുകളും പ്രൊവൈഡ് ചെയ്യുക. ആ രീതിയിലുള്ള പ്രോഗ്രാമുകൾ മുമ്പോട്ട് വെക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പാഠ്യപദ്ധതികളിലും ബാക്കി കാര്യങ്ങളിലും നമ്മൾ ആഡ് ചെയ്യുന്നത് വാട്ടർ കൺസർവേഷനും അഫോറസ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന പ്രൊജക്റ്റുകൾ മുമ്പോട്ട് വെക്കുന്നത്. നമുക്ക് മനസ്സിലാവും, മരം നട്ടുപിടിപ്പിക്കുക, അതേപോലെ തന്നെ വെള്ളം സംരക്ഷിക്കുക, വാട്ടർ ബോഡീസിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതിന് ഹാംഫുൾ ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാറ്റുക. ഇപ്പോ നമ്മൾ അഴുക്ക് ചാലുകൾ, ഓടകളിൽ നിന്നൊക്കെ പോകുന്ന വെള്ളങ്ങൾ പുഴകളിലേക്ക് പോയി എത്തുന്ന അവസ്ഥകളുണ്ട്. ആ ഒരു അവസ്ഥകളിൽ വേസ്റ്റ് റിമൂവ് ചെയ്ത് വെള്ളം ശുദ്ധീകരിച്ചിട്ട് വേണം വാട്ടർ ബോഡിയിലേക്ക് വിടാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ വാട്ടർ ബോഡീസ് വേസ്റ്റുകൾ നിറയുകയും ആ വാട്ടർ ബോഡീസ് ശുദ്ധമല്ലാതാവുകയും അവിടെ ഒരുപാട് ബാക്ടീരിയകളും ആ ഒരു ഫ്രഷ് വാട്ടറിൽ വളരുന്ന ബാക്ടീരിയകൾ ചിലപ്പോൾ ആസിഡിഫിക്കേഷൻ കൂടിയത് കാരണം അവിടെ വളരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയേക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കുറക്കാൻ വേണ്ടിയിട്ട്
വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളും ഇതൊക്കെ ഇന്നോവേറ്റീവ് ചെയ്യുക എന്ന് കൂടിയാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് മുമ്പോട്ട് വെച്ച രണ്ടാമത്തെ ആശയം. ആദ്യത്തെ ആശയം നമുക്കറിയാലോ, റിവർ ഗംഗയെ ഇതാക്കുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്തേത് അതേപോലെ കുറെ നദികളും കുറെ റിവേഴ്സും തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രൊജക്റ്റും ഇന്ത്യ ഗവൺമെന്റ് മുമ്പോട്ട് വെക്കുന്നുണ്ട്. രണ്ടാമതായിട്ടുള്ളതായിരുന്നു ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഫോർ എക്സ്പെഷ്യലി വാട്ടർ കൺസർവേഷൻ ആൻഡ് അഫോറസ്റ്റേഷൻ, പ്ലാന്റുകളും കാടുകളും തിരിച്ചു പിടിക്കുക എന്നുള്ള രീതിയിലുള്ള പ്രോഗ്രാമുകൾ നടക്കുക എന്നുള്ള രീതിയിലുള്ള മുമ്പോട്ടുള്ള പ്രോഗ്രാമുകളും അതിനുവേണ്ടിയുള്ള ഫണ്ടിങ്ങുകളും നടത്തണം എന്നുള്ള ആശയങ്ങൾ കൂടി അവർ മുമ്പോട്ട് വെച്ചു. The main purpose of the initiative is to boost voluntary environmental activities like tree plantation. നമ്മൾ പറഞ്ഞതുപോലെ മരം നട്ടുപിടിപ്പിക്കുക, വാട്ടർ കൺസർവേഷൻ നടത്തുക, സസ്റ്റൈനബിൾ അഗ്രികൾച്ചേഴ്സ് നടത്തുക, വേസ്റ്റ് മാനേജ്മെന്റ്, പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം നടത്തുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ ബ്രിങ്ങിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ ദ ക്ലൈമറ്റ് ഇഷ്യൂസ്, മേജറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലൈമറ്റ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന രാജ്യങ്ങൾ ഫേസ് ചെയ്യുന്ന ക്ലൈമറ്റ് ഇഷ്യൂസിനെ തിരിച്ചു കൊണ്ടുവരാനും അതിൽ നിന്ന് നോർമൽ സിറ്റുവേഷനിലേക്ക് എത്തുവാനും പറ്റുമെന്നാണ് ഇന്ത്യ മുമ്പോട്ട് വെച്ച രണ്ടാമത്തെ ആശയം. COP27 2022 ഷാം എൽ ഷെയ്ഖ് ഈജിപ്തിലായിരുന്നു നടന്നത്. അവിടെ വെച്ച് നടന്ന മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്തൊക്കെയാണ്, ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് $US എർലി വേണ്ടി. ഇതൊന്നും മെയിൻ ആയിട്ട്, കാരണം 28ാമത്താണ് നിങ്ങളോട് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. എന്നാലും 27 വായിച്ചു നോക്കിയാൽ മതി. പിന്നെ മൂന്നാമത് വെച്ചൊരു പ്രൊജക്റ്റ് ആയിരുന്നു എന്താണ്, ഗ്രീൻ വൊഗേജ് 2050 project. India has been recognized as a pioneer lead country for International Maritime Organization Green Voyage 2050 project, a significant stride toward mitigating ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഫ്രം ഷിപ്പ്. മനസ്സിലായില്ലേ? ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഗ്രീൻ ഹൗസ് വാതകങ്ങൾക്ക് കാരണമാകുന്ന കാര്യങ്ങൾ കുറക്കാനും അതിൽ നിന്ന് കുറച്ചും കൂടി മുമ്പോട്ട് വരുവാനും ഉണ്ടാവുക എന്നുള്ളതാണ് മുമ്പോട്ട് വെക്കുന്നത്. The Green Voyage 2050 project is a partnership project between the government of Norway and IMO launched in 2019. ആരാണ്? പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ഗവൺമെന്റ് ഓഫ് നോർവേയും IMO ഇന്ത്യൻ ഇന്റർനാഷണൽ മറൈൻടൈം ഓർഗനൈസേഷനും 2019 എയിം ചെയ്ത ഒരു പ്രോഗ്രാം ആയിരുന്നു ഈ ഒരു സാധനം. ടു ട്രാൻസ്ഫോം ദ ഷിപ്പിംഗ് ഇൻഡസ്ട്രി ടുവേർഡ് a lower carbon future. The initial IMO strategy sets out a clear vision to cut total annual greenhouse gas emission by minimum 50% by 2015 relative to 2008 level. 2008 ലെവൽ അനുസരിച്ച് 2050 ആകുമ്പോഴത്തേക്ക് 50% എന്ത് ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻസ് കുറക്കുക എന്നുള്ളതാണ്, അഥവാ അത് കുറക്കുക എന്നുള്ളതാണ് ഗ്രീൻ വോക്കേജ് 2050യുടെ മെയിൻ പ്രൊജക്ട്. അഥവാ ഷിപ്പിൽ നിന്നൊക്കെ പോകുന്ന പുറത്തേക്ക് തള്ളപ്പെടുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസിന് കാരണമാകുന്ന ക്ലൈമറ്റ് ചേഞ്ചസിന് കാരണമാകുന്ന കാര്യങ്ങൾ കുറക്കുക എന്നുള്ളതാണ് അവർ മുമ്പോട്ട് വെച്ച ഒരു പ്രൊജക്ട്. ദ ഗ്രീൻ വോക്കേജ് 2050 പ്രൊജക്ട് ഈസ് വർക്കിംഗ് വിത്ത് 12 കൺട്രീസ്. ഏതൊക്കെ രാജ്യങ്ങളാണ്? അസർബൈജാൻ, ബെലീസ, ചൈന, കുക്ക് ഐലൻഡ്സ്, എക്വഡോർ, ജോർജിയ, ഇന്ത്യ, കെനിയ, മലേഷ്യ, സോളമൻ ഐലൻഡ്സ്, സൗത്ത് ആഫ്രിക്ക ആൻഡ് ശ്രീലങ്ക. ഇത്രയും രാജ്യങ്ങളുമായി കൂടിച്ചേർന്നുകൊണ്ടാണ് ഈ ഗ്രീൻ വോക്കേജ് 2015 പ്രൊജക്ട് വർക്ക് ചെയ്യുന്നത് എന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അടുത്തതാണ് ദ പാർട്ടിസിപ്പേഷൻ കൺട്രീസ് ക്യാൻ ബ്രോഡ്ലി കാറ്റഗറൈസ്ഡ് ഇൻടു ന്യൂ പൈലറ്റ് കൺട്രീസ് ആൻഡ് പിയോണിയർ പൈലറ്റ് കൺട്രീസ് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. മെയിൻ കോമ്പണൻസ് ഓഫ് ദ പ്രൊജക്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. മുകളിൽ പറഞ്ഞത് തന്നെയാണ് എന്തൊക്കെയാണെന്ന്, പക്ഷെ ചെറുതായിട്ട് ചെറിയ പോയിന്റിൽ കൊടുത്തിട്ടുണ്ട്, മനസ്സിലാക്കുക. പിന്നെ ഇതാണ് ഇന്റർനാഷണൽ യൂത്ത്
ഫണ്ട് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഈ ഒരു ഇത് മെമ്പേഴ്സ് ഓഫ് യുനോഗോ ചിൽഡ്രൻ ആൻഡ് യൂത്ത് കൺസിസ്റ്റൻസി ഓഫ് യുണൈറ്റഡ് നാഷണൽ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചസ്. ഇതൊരു സംഘടനയാണ്. ഇവര് ഒരു യൂത്തിന്റെ സംഘടനയാണ്. ഈ ഒരു സംഘടന ഒരുപാട് പ്രോഗ്രാമുകളും ഒരുപാട് കാര്യങ്ങളും ഈ ക്ലൈമറ്റ് ചേഞ്ചസിനും ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. ഇത് ജസ്റ്റ് IYF എൻ്റെ മെമ്പേഴ്സ് യുൻഗോ ചിൽഡ്രൻസ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ കൃത്യമായിട്ട് മനസ്സിലാക്കും. ഇത് ചോദ്യങ്ങളിലൊന്നും ചോദിച്ചു കണ്ടത് കുറവാണ്. എന്നാൽ അവരുടെ പ്രൊജക്റ്റുകളും കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ഐഡിയാസും കുറച്ചും കൂടി അവരെങ്ങനെയാണ്, കൂടുതലും കോളേജ് വിദ്യാർത്ഥികളും സ്കൂൾ വിദ്യാർത്ഥികളുമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോ ക്ലൈമറ്റ് ചേഞ്ചസിന്റെയും പ്രോട്ടോകോളിന്റെയും മേജർ ആയിട്ടുള്ള കാര്യങ്ങളും ഈ ലാസ്റ്റ് റീസെന്റ് ആയിട്ട് നടന്ന COP28 കാര്യങ്ങളും പാരീസ് അഗ്രിമെന്റുകളും UN സബ്മിറ്റുകളും പിന്നെ പ്രോട്ടോകോൾസും പ്ലെഡ്ജസും മീത്തേൻ പ്ലെഡ്ജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ PPTയിലൂടെ ഈ PDF-ലൂടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കുറച്ച് ഇതുമായിട്ട്. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇനി അപ്ഡേറ്റ് ചെയ്യാം. ഇത്രയുമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വെരി ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദ്യത്തിൽ നിന്ന് വരാം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലാസ് കേട്ടത് കൊണ്ട് മാത്രം പോരാ, ഒന്നും കൂടി റിവിഷൻ നടത്തുക, നിങ്ങൾക്ക് ഒന്നും കൂടി ഇതാകാൻ പറ്റുക. അപ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക്. എക്സാമിനാണെന്നുണ്ടെങ്കിലും ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും വിജയിച്ച് കയറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.